കോഴിക്കോട് മുണ്ടുപാലത്ത് വാടക വീട്ടിൽ യുവാവ് മരിച്ച സംഭവം കൊലപാതകമെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരണപ്പെട്ട ഷെരീഖിന്റെ കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇൻക്വസ്റ്റ് നടത്തുന്ന സമയത്ത് ഷെരീഖിന്റെ കഴുത്തിൽ പാടുകൾ കണ്ടെത്തിയിരുന്നു. സംഭവത്തിൽ കസ്റ്റഡിയിലുള്ള സുഹൃത്ത് ഇരിങ്ങല്ലൂർ സ്വദേശി അഷ്റഫിനെ പന്തീരാങ്കാവ് പോലീസ് കേസിൽ പ്രതി ചേർക്കും. ഇന്നലെ രാത്രിയാണ് ഇരിങ്ങല്ലൂർ സ്വദേശിയായ അഷ്റഫ് പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി തന്റെ സഹതാമസക്കാരനും സുഹൃത്തുമായ ഷെരീഖിനെ കൊലപ്പെടുത്തിയതെന്ന് വെളിപ്പെടുത്തിയത്. വിവരമറിഞ്ഞ ഉടൻ പോലീസും ഇരുവരും താമസിച്ചിരുന്ന മുണ്ടുപാലത്തെ വാടക വീട്ടിലെത്തി പരിശോധന നടത്തുകയും വീട്ടിലെ കിടപ്പുമുറിയിൽ ഷെരീഖിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ അസ്വാഭാവികമായ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ലെങ്കിലും തുടർന്ന് നടത്തിയ ഇൻക്വസ്റ്റിലാണ് മരിച്ച ഷെരീഖിന്റെ കഴുത്തിൽ പരിക്കേറ്റ പാടുകൾ ശ്രദ്ധയിൽപ്പെട്ടത്. ഇവിടെ വാടക താമസിക്കാന്നുള്ള വിവരം മാത്രമേ നാട്ടുകാരിൽ നിന്ന് നമുക്ക് വിവരമുള്ളൂ. വേറെ പരിചയമൊന്നും കാര്യങ്ങളൊന്നുമില്ല. ഇവർ അറിയാൻ വേണ്ടി കഴിഞ്ഞത് ഞായറാഴ്ച മുതൽ വീട്ടിൽ നിന്ന് ഇവർ മിസ്സിംഗ് ആണ്. ഈ മരിച്ച ആൾ, മരണപ്പെട്ട ആൾ ഞായറാഴ്ച മുതൽ വീട്ടിൽ നിന്ന് മിസ്സിംഗ് ആണെന്നുള്ള വിവരം നമുക്കുണ്ട്. വേറെ വിവരങ്ങളൊന്നുമില്ല. അഷ്റഫ് എന്ന് പറയുന്ന ഒരാളാണ് വാടക വീട് എടുത്തിട്ടുള്ളത്. അങ്ങനെ രണ്ടുപേരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഉള്ളത്. യുവാവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കഴുത്തിലേറ്റ പരിക്കാണ് മരണകാരണമെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. ശരീരത്തിൽ മറ്റ് കാര്യമായ പരിക്കുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കൂടാതെ സംഭവസ്ഥലമായ മുറിയിൽ നിന്നും പോലീസ് ഒരു സ്റ്റീലിന്റെ വടിയും കണ്ടെത്തിയിട്ടുണ്ട്. ഞായറാഴ്ച ഉച്ചയ്ക്കാണ് അഷ്റഫും ഷെരീഖും മുണ്ടുപാലത്തെ വാടക വീട്ടിലെത്തിയത്. തുടർന്ന് ഇരുവരും ചേർന്ന് ലഹരി ഉപയോഗിച്ചിരുന്നതായി ചോദ്യം ചെയ്യലിൽ അഷ്റഫ് പോലീസിനോട് സമ്മതിച്ചു. ലഹരി ഉപയോഗത്തിന് പിന്നാലെ ഇവർ തമ്മിലുണ്ടായ വാക്കുതർക്കവും പ്രശ്നങ്ങളുമാകാം കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിച്ചതോടെ പന്തീരാങ്കാവ് പോലീസ് അഷ്റഫിനെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് മലയാളം, കോഴിക്കോട്.